വേദപുസ്തകം വായിച്ചപ്പോൾ ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ? ഉറക്കത്തിൽ നിന്റെ ബെഡ്റൂമിൽ വന്ന് ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ? നീ ദൈവത്തിൽ നിന്നൊരു ആലോചന കേട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളും ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് അവരുടെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പുകളും എടുക്കുന്നത്. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം തുടങ്ങുന്നത്, നിങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അവിടെ എന്താണ് സന്ദേശം? നിങ്ങളുടെ ആലോചനക്കാരൻ ദുഷ്ടനാകരുത്, നിങ്ങളുടെ ആലോചനക്കാരൻ ദൈവമായിരിക്കണം. ദൈവത്തിന്റെ ആലോചന പ്രകാരം നമ്മൾ നടന്നാൽ ദൈവം പറഞ്ഞ ആലോചന അതുപോലെ ദൈവം നിവർത്തിക്കുമെന്നുള്ളൊരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി തരിക: നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകും. ദൈവം നിന്നെ കുറിച്ച് ആലോചന പറയും, നിന്റെ കുഞ്ഞിനെ കുറിച്ച് ആലോചന പറയും. എന്തുവാണ് ദൈവത്തിന്റെ ആലോചന? ദൈവത്തിന്റെ ആലോചന എങ്ങനെ കേൾക്കാൻ കഴിയും? കണ്ണടച്ചുകൊണ്ടിരുന്നാൽ പറ്റുമോ? ഉറക്കത്തിൽ സ്വപ്നത്തിൽ കേൾക്കാൻ പറ്റുമോ? ആമേൻ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ ആലോചനയുടെ കലവറ എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. വേദപുസ്തകം നിങ്ങൾ വായിച്ചാൽ ആ വചനം നിങ്ങളോട് സംസാരിക്കും. ബൈബിള് വായിക്കുന്ന നീ പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവം നിന്നോട് സംസാരിക്കും. പ്രാർത്ഥിക്കുന്ന നീ ഉറങ്ങാൻ കടന്ന സ്വപ്നത്തിൽ ദൈവം നിന്നോട് സംസാരിക്കും. അബ്രഹാമിന് സ്വപ്നത്തിൽ അരുളപ്പാട് കൊടുത്തു ദൈവം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരികളെ പോലെ നിനക്ക് സന്തതികളെ തരാം. നീ ഇല്ലായ്മപ്പെടാൻ പോവാല്ല, വർദ്ധിക്കാൻ പോവാ. നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. ഇതെല്ലാം അബ്രഹാമിനോട് വ്യക്തിപരമായി ദൈവം സംസാരിച്ച കാര്യം. അബ്രഹാമിനോട് മാത്രമല്ല സംസാരിക്കുന്നത്. ബൈബിൾ പഠിക്കുമ്പോൾ പൗലോസിനോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്, പത്രോസിനോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. സ്തോത്രം. നിങ്ങളോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ദൈവം ഒരു കാര്യം സംസാരിക്കുമ്പോൾ ദൈവം ദൈവത്തിന്റെ ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ഒരു വലിയ കൂട്ടം ആൾക്കാരുമായി പൗലോസ് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ സൂര്യചന്ദ്രന്മാർ ഉദിക്കാത്ത പ്രതിസന്ധി ആ കടലിനകത്തുണ്ടായപ്പോൾ അവിടം കൊണ്ട് അവസാനിക്കുമെന്ന് എല്ലാവരും വിധി പറയുമ്പോൾ പൗലോസിന് ദർശനത്തിൽ ദൈവം അരുളപ്പാട് കൊടുക്കുകയാണ്: ഈ കപ്പലിലുള്ള ആരും മരിക്കത്തില്ല, ആരുടെയും തലയിൽ ഒരു മുടി പോലും കൊഴിയത്തില്ല, കപ്പല് തകരും, എല്ലാവരും സേഫായി മറുകരയിലെത്തിക്കും. ദൈവം ആലോചന പറഞ്ഞെങ്കിൽ അത് പ്രവർത്തിക്കാനും ദൈവം ശക്തനാണ്. വേദപുസ്തകം വായിച്ചപ്പോൾ ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ? ഉറക്കത്തിൽ നിന്റെ ബെഡ്റൂമിൽ വന്ന് ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ? സ്തോത്രം. നീ ദൈവത്തിൽ നിന്നൊരു ആലോചന കേട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നാം കേട്ട ആലോചന, നാം കേട്ട ദൈവ ശബ്ദം അതുപോലെ ദൈവം നിവർത്തിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം അവിടുന്ന് നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ബലവാനായ ദൈവമേ, അവിടുത്തെ അദൃശ്യകരം ഒന്ന് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം പറഞ്ഞ ആലോചന അതുപോലെ നിവർത്തിയാകും. ഗോഡ് ബ്ലസ് യു.